SFIയുടെ ചെങ്കോട്ടയായ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് കേരളത്തിലെ പല ക്യാമ്പസുകളും പോലെ ഭീകരത നിറഞ്ഞ ഹോസ്റ്റൽ മുറികൾ, രഹസ്യമായും പരസ്യമായും കഞ്ചാവ് കച്ചവടം. കഴിഞ്ഞ രാത്രി പോലീസിനൊരു രഹസ്യവിവരം ലഭിക്കുന്നു. ഹോളി ആഘോഷിക്കാൻ പോളിയിൽ കഞ്ചാവ് എത്തിയിട്ടുണ്ട്. ഹോൾസെയിലായിട്ടെത്തിയ സാധനം വിൽക്കാൻ ത്രാസ് വരെ റെഡി. രാത്രി 9 മണിക്ക് തുടങ്ങിയ റെയ്ഡ് പുലർച്ചെ അവസാനിക്കുമ്പോൾ കഞ്ചാവും മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും ഹോസ്റ്റൽ മുറികളിൽ നിന്നും കണ്ടെടുത്തു. കോളേജിലെ SFI നേതാവും യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായ അഭിരാജിന്റെയും സംഘത്തിന്റെയും മുറികളിൽ നിന്ന് പിടിച്ചെടുത്തത് 2 കിലോ കഞ്ചാവ്. പിന്നാലെ പതിവ് ക്യാപ്സൂളുമായി SFI നേതാക്കൾ രംഗത്തെത്തിയെങ്കിലും പോലീസ് അവരുടെ വാദങ്ങൾ പൊളിച്ചടക്കി. കഴിഞ്ഞ രാത്രി 9 മണിയോടെ നർക്കോട്ടിക് സെൽ, ഡാൻസ് ഓഫ്, കളമശ്ശേരി പോലീസ് എന്നിവരടങ്ങിയ സംഘമാണ് പോളിടെക്നിക്കിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തിയത്. ജില്ലാ പോലീസ് മേധാവി പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശമനുസരിച്ച് വ്യാപക പരിശോധന. പുലർച്ചെ 4 മണി വരെ നീണ്ട റെയ്ഡിൽ 2 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. 1-ാം നിലയിലെ മുറിയിൽ നിന്ന് 1 കിലോ 909 ഗ്രാം കഞ്ചാവും ഇലക്ട്രോണിക് ത്രാസും പിടിച്ചു. പിന്നാലെ പോലീസ് എത്തിയത് SFI നേതാവും യൂണിയൻ ഭാരവാഹിയുമായ അഭിരാജിന്റെ മുറിയിലേക്ക്. 2-ാം നിലയിലെ മുറിയിൽ 9 ഗ്രാം കഞ്ചാവ്, മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും ഇവിടെ നിന്നും കണ്ടെടുത്തു. ഹോസ്റ്റൽ മുറിയിലെ അലമാരയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ്, കുളത്തൂപ്പുഴ സ്വദേശി ആകാശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ അഭിരാജ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ്. ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ വിതരണം ചെയ്യാനാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് പോലീസ് ഭാഷ്യം. പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇത് കൊണ്ടു കൊടുക്കുന്നത്. വിദ്യാർത്ഥികളോ മറ്റു വ്യക്തികളോ അത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇതിനു മുമ്പും എക്സൈസും പോലീസും അവിടെ ചെറിയ ക്വാണ്ടിറ്റി കേസുകളെല്ലാം എടുത്തിട്ടുണ്ട്. പോലീസിന്റെ ഒരു സാന്നിധ്യവും പോലീസ് എപ്പോഴും നിരീക്ഷിച്ചു വരുന്നൊരു സ്ഥലവുമാണ്. റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കും അവിടെ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അവരുടെ സമ്മതമില്ലാതെ റൂമിൽ കയറുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ്. കേസിൽ പിടിയിലായ അഭിരാജിനെയും ആദിത്യനെയും പിന്നാലെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. എന്നാൽ സംഭവത്തിൽ പങ്കില്ലെന്ന വാദവുമായി അഭിരാജും SFIയും രംഗത്തെത്തി. ഈ വിദ്യാർത്ഥിയുടെ അഭിരാജിന്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ഷർട്ടിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ബാഗിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല. അഭിരാജ് ഇന്നലെ ഈ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിനകത്ത് ഈ ഹോസ്റ്റലിനകത്ത് പോലും ഉണ്ടായിട്ടില്ല. അതപ്പോ അവിടെ കൊണ്ട് ഇട്ടു എന്നാണോ പറഞ്ഞത്? എന്നിട്ട് നിങ്ങളെ പ്രതിയാക്കുമായിരുന്നു, അങ്ങനെ കൊടുക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. പരാതികൾ നൽകുന്നുണ്ട്. എന്നാൽ SFIയുടെ വാദങ്ങൾ തള്ളിയ പോലീസ് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് വിശദീകരിച്ചു. എല്ലാ തെളിവുകളോടും കൂടി നിയമാനുസൃതമായാണ് പരിശോധന നടത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. ക്യാമ്പസിൽ നിന്നും മുൻപും ചെറിയ അളവിൽ ലഹരി മരുന്ന് പിടികൂടിയിട്ടുണ്ടെന്നും ലഹരിയുടെ വരവ് തടയാൻ 6 മാസമായി പോലീസുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും പോളിടെക്നിക് പ്രിൻസിപ്പാൾ ഡോക്ടർ ഐജു തോമസ് പറഞ്ഞു. എന്തെങ്കിലും ആഘോഷം വരുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റായിട്ട് പോലീസിനെ അറിയിക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും കൂടുതൽ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഹോസ്റ്റലിൽ പൂർവ്വ വിദ്യാർത്ഥികളടക്കം വന്നു പോകുന്നുണ്ടെന്നും ഈ സാഹചര്യത്തിൽ കഞ്ചാവ് എവിടെ നിന്നെത്തി എന്നതടക്കമുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയാണെന്നും പോലീസ് പറയുന്നു. News 18 കൊച്ചി.